ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ് തടഞ്ഞ് പോലീസ്. ഡ്രൈവർക്ക് താക്കീത് നൽകി. മേഖലയിൽ കർശന ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകി. ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം. ജയനസ് രാജു വിവരങ്ങൾ നൽകും. ജയൻ, കഴിഞ്ഞ ദിവസമൊക്കെ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് യാത്രാ നിരോധനം. സ്കൂൾ ബസ്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ബസ്സിന് ആ നിയന്ത്രണം മറികടന്നു പോകേണ്ടതിന്റെ എന്ത് ആവശ്യകതയാണ്? തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും ജില്ലയിൽ സ്കൂളുകൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മലയോര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് ഈ കുട്ടികളുമായി പോവുക എന്നത് വലിയ അപകടം പിടിച്ച ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മണ്ണിടിയാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു മേഖലയിലൂടെ പല ബസ്സുകളും പോകുന്നത് വനത്തിന് സമാനമായിട്ടുള്ള മേഖലയിലൂടെയാണ്. കാരണം ഈ ഏലത്തോട്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് ഏതാണ്ട് വനത്തിനെ പോലെ തന്നെ തിക്കായിട്ടുള്ള മരങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. അതിനിടയിലൂടെ പോകുന്ന റോഡുകളിലൂടെയൊക്കെയാണ് കുഞ്ഞുങ്ങളുമായിട്ട് പോകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശമാണ് ഗ്യാപ് റോഡ്. ആ ഗ്യാപ് റോഡിലൂടെയാണ് ഈ ചിന്നക്കനാലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്കൂളിലെ ബസ് കടന്നുപോകാൻ ശ്രമിച്ചത്. നമുക്കറിയാം, ചിന്നക്കനാലിലേക്ക് പോകുന്ന പ്രധാന പാത ഈ വഴി മാത്രമേ ആ സ്കൂളിലേക്ക് പോകാൻ കഴിയൂ. പക്ഷേ ഏത് സമയത്തും മണ്ണിടിയിൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തോടെയാണ് LKG മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഈ ബസ് പോയത്. എന്തായാലും പോലീസ് ഇപ്പോൾ തന്നെ അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് ഈ റോഡ് വാഹനം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് മറികടന്ന് ഈ ബസ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടുകയും അവർ ഈ ബസ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർക്ക് തൽക്കാലം താക്കീതാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അവരുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടും അവധി നൽകിയില്ല എന്നുള്ള ഒരു പരാതിയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് സമയമായി മഴ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് ഒരല്പം ശമനം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ, കഴിഞ്ഞ ഒരു മണിക്കൂറായി വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുകയും അതിനുശേഷം അത് മാറുകയും നൽകിയത്. ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനമുണ്ട്. പക്ഷേ ശക്തമായ മഴയുണ്ടെങ്കിലും ജില്ലയിലെ സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അവധിയില്ല. സ്കൂൾ ബസ് നിയന്ത്രണം മറികടന്ന് ആ മേഖലയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും പോലീസ് ഇടപെടലുണ്ടായിരിക്കുന്നു. ജയനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.